നമുക്കെല്ലാവർക്കും കാണും ഇങ്ങനെ ഒരു കൂട്ടുകാരൻ. ആരെന്ത് കാര്യം പറഞ്ഞാലും അവനും ഉണ്ടാവും അവൻ്റെ ഒരു അനുഭവ കഥ പറയാൻ. എടോ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ ഇപ്പൊ കളിക്കണ്ടില്ലേ? ഇങ്ങനെ അവരിങ്ങനെയൊക്കെ അഭിനയിക്കുന്നു. ഇത്ര രസമായിട്ട് അവർ അഭിനയിക്കണില്ലേ? അവരുടെ അഭിനയത്തിനെ കുറിച്ച് പറയണ്ട. എൻ്റെ മുമ്പെന്ന് അതായത് എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് ഇതേമാതിരി എറണാകുളത്ത് പോയപ്പോൾ അവിടെ മറ്റേ പനമ്പള്ളി ഭാഗത്ത് എത്തി നിൽക്കുമ്പോഴേ അവിടെ മമ്മൂട്ടി മോഹൻലാൽ പഴയത് ജോഞ്ചിന് എന്ത് സംഭവം നിൽക്കാറില്ല, ഇവർ രണ്ടാളൊരു കോംബോ സീനാ. എന്താ അവർ അഭിനയിച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി കണ്ടത്. അന്ന് തൊട്ടുള്ള കമ്പനി എപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കും. ഇതൊക്കെ എന്ത് ഭയങ്കര മേലും കൈവേദന, പനി വരുന്നുണ്ടോ സംശയം. പനീനെ കുറിച്ചൊന്നും പറയണ്ട. പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടുണ്ടായൊരു അനുഭവം പറയേണ്ടി വരും. അതൊക്കെയായിരുന്നു പനി. കിട്ടുകിട്ടാന്ന് വിറച്ച് ഉള്ളം കൈയൊക്കെ തണുത്ത് അതൊരവസ്ഥയായിരുന്നു. കുട്ടാന്ന് ഓർമ്മിപ്പിക്കല്ലേ. വയറും തീരെ സുഖമില്ല. ഇന്നലെ രാവിലെ തന്നെ 2 വട്ടം പോയി. ഇപ്പൊ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതിനെന്തിനാ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു? ഞാനില്ലേ പണ്ട് എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വയറുവേദന വന്ന് ബാത്റൂമിൽ പോയി ആകെ ക്ഷീണിച്ച് പരവശായി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നറിയാം, ഞാൻ എഴുതിയിട്ട് തരാം. പറഞ്ഞത് ചിലപ്പോൾ ഈ മറക്കും. ഓക്കെ. എടോ ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് രാത്രി ഞാൻ വണ്ടി അവിടെ പോകുന്നു. രാവിലെ ശരിയാക്കി. ടയർ പഞ്ചറായതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്നാളിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായി. ഞാൻ രാത്രി 2 മണിക്ക് പെരിന്തൽമണ്ണയ്ക്ക് ഓട്ടം പോയി. അവിടെ നിന്ന് ആളെ ഇറക്കി വരുമ്പോൾ ടയറും പഞ്ചറായി. ആരെങ്കിലും നട്ടപ്പാതിരിക്കുണ്ടോ വിളിച്ചാൽ കിട്ടണം. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ജാക്കിയും കയ്യിലില്ല, പക്ഷെ വലിയ കല്ല് അവിടെ കിടക്കുന്നുണ്ടാവും. അതെടുത്ത് ഞാൻ മെല്ലെ ടയറിൻ്റെ അടിക്ക് എങ്ങനെയൊക്കെയോ തിരികിയിട്ട് ടയർ അഴിച്ച് ഞാൻ വീണ്ടും വേറെ ടയറിട്ട് കുടിക്കും. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. പറഞ്ഞാരെല്ലാം വിശ്വസിക്കും. ഇതൊക്കെ എന്ത് എടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ നമ്മുടെ ബുർജ് ഖലീഫ? ആരാണൊക്കെ പണിയത്? എന്റെ മേലെ കയറിട്ട് നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണല്ലേ? എന്ത് ബുർജ് ഖലീഫ, അതൊക്കെ ഒരു ഉയരം. പണ്ട് ഞാനൊരു മരത്തുമ്മ കയറിയിട്ടുണ്ട്. അതായത് ആ മരത്തിന്റെ പകുതിയുള്ള ബുർജ് ഖലീഫ. അതൊക്കെയാണ് അനുഭവം. ആ അനുഭവം നമുക്കൊരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്ന് പൊയ്ക്കാവുന്നു. എന്ത് പറഞ്ഞാലും ഒരു അനുഭവം പറഞ്ഞോണ്ടിരിക്കും. കേട്ട് മടുത്തു.